ഒരുപാട് ഇഷ്ടമുള്ളൊരു വചനമാണ്. മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടാകും എന്ന വചനം. ഒരുപക്ഷെ ജീവിതത്തിൽ എത്രയോ തവണ ഇത് കണ്ടു കഴിഞ്ഞു. പണ്ട് മുൻപിൽ നിന്നവർ ഇന്ന് എവിടെയോ അപ്രത്യക്ഷമായതുപോലെ, നമ്മൾ മുൻനിരയിൽ ഉന്നതർ എന്നൊക്കെ പറഞ്ഞ് സ്ഥിരപ്രതിഷ്ഠ ഉണ്ടായിരുന്നവർ, നമ്മുടെ മനസ്സിലൊക്കെ ഒന്നാം സ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന ചില കൗതുക മുഖങ്ങൾ, ചില ഫ്ലക്സ് ബോർഡുകൾ, ചില കളർഫുള്ളായ ജീവിതങ്ങൾ ഇന്ന് മങ്ങിപ്പോയതുപോലെ, ഇന്ന് ഇരുളടഞ്ഞതുപോലെ, ഇന്ന് കാണുവാനില്ലാത്തത്ര വിദൂരതകളിലേക്ക് അപ്രത്യക്ഷമായതുപോലെ മുൻപന്മാർ പലരും പിൻപന്മാരാകുന്ന ജീവിത കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. വചനം എത്ര സത്യമാണ്. എന്നാൽ പിൻപന്മാരാകുന്ന പലരും മുൻപന്തിയിൽ വന്ന കഥയും നമ്മുടെ ജീവിതത്തിന് പറയാനുണ്ട്. സുവിശേഷം പറയുകയാണ്, പണ്ട് പിൻപിലെന്ന് മുൻനിരയിൽ വരാനുള്ള യോഗ്യതയില്ലാത്തവരെന്ന് ഒരുപാട് അകലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരൊക്കെ എങ്ങനെയോ മുൻപിൽ വന്ന ഒരത്ഭുത കാഴ്ചയും ജീവിതം നമുക്ക് കാണാനിടയാക്കിയില്ലേ. എന്താണിത്? സ്നേഹമുള്ളവരെ, അകലെ നിൽക്കുന്നു എന്നുള്ളതല്ല, അവൻ എത്രമാത്രം ക്രിസ്തുവിനോട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ജീവിതത്തിൽ ഒരുപക്ഷെ പിൻനിരയിലാക്കപ്പെട്ടവരായിരിക്കാം നീ. എന്നാൽ അവിടെ നിന്ന് മുൻനിരയിലേക്ക് നിന്നെ ഉപവിഷ്ടനാക്കാൻ, പ്രഥമ സ്ഥാനം നൽകാൻ, ഒന്നാം സ്ഥാനം കൊടുത്ത് നിന്നെ കൃപയുള്ളവനാക്കാൻ പൊന്നു കർത്താവിന് കഴിയുമെന്ന് കർത്താവിന് അറിയാം. പിൻ സീറ്റിലിരിക്കുന്നവനെ മുൻ സീറ്റിൽ പ്രഥമനാക്കാൻ, നിന്നെ ഒന്നാമനാക്കാൻ കർത്താവിന് കഴിയും. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും. ആമേൻ.